അറബി ഭാഷ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രയോഗങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തിലും അതുപോലെ തന്നെ അക്കാഡമിക് അറബിക് സ്പീക്കിങ്ങിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 5 പുതിയ പ്രയോഗങ്ങളാണ് പഠിക്കുന്നത്. ഓരോ പ്രയോഗങ്ങളും അതിനോട് യോജിച്ചതായിട്ടുള്ള സെൻറ്റൻസുകൾ എഴുതി പരിശീലിക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ പ്രയോഗങ്ങളൊക്കെ നമ്മുടെ സ്പീക്കിങ്ങിലും എഴുത്തിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് അൽ ഇഹ്തിഫാലുൽ മുജൽജിലു അല്ലദീ ലഹു ദവിയുൻ, പ്രതിധ്വനിയുള്ള വലിയ ആഘോഷം. അൽ ഇഹ്തിഫാൽ അൽ മുജൽജിലു അല്ലദീ ലഹു ദവിയുൻ, ദവിയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിധ്വനി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ്. ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ പ്രയോഗം ലൈസ ഹാദ ഇല്ലാ റഖ്മൻ അലൽ മാഇ വ ഖത്തൻ ഫിൽ ഹവാഇ, ഇതൊരു പാഴ്വേലയാണ് എന്നാണ് അതിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം. ലൈസ ഹാദ ഇല്ലാ റഖ്മൻ അലൽ മാഇ വ ഖത്തൻ ഫിൽ ഹവാഇ. മൂന്നാമത്തെ പ്രയോഗം തകബ്ബദു ഖസാഇറ ഫാദിഹ അലീമ, തകബ്ബദു ഖസാഇറ ഫാദിഹ അലീമ, അവർ വലിയ നഷ്ടങ്ങൾ നേരിട്ടു. തകബ്ബദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരിട്ടു അല്ലെങ്കിൽ സഹിച്ചു എന്നൊക്കെയാണ് അർത്ഥം. സഹിക്കുക, തകബ്ബദ. ഓക്കെ, അടുത്ത പ്രയോഗം അൽ ഉബാറുൽ മുത്തസാഇദ് വദ്ദുഖാനുൽ മുതറാക്കം. തറാക്കമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുക, മൾട്ടിപ്പിൾ ചെയ്യുന്നതിനാണ് തറാക്കുമ എന്ന് പറയാം. അപ്പോൾ ഈ അൽ ഉബാറുൽ മുത്തസാഇദ് വ ദുഖാനുൽ മുതറാക്കിം, പാറിക്കളിക്കുന്ന പൊടി, കുന്നുകൂടിയ പുക എന്നാണ് അർത്ഥം. അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് അമിതമായി ചെയ്തു അല്ലെങ്കിൽ ചെയ്തതിന് വിപരീതമായി നമ്മൾ പറയില്ലേ ഗംഭീരായിരുന്നു എന്ന് പറയും. ചില മലയാള പ്രയോഗത്തിൽ പൊടി പാറ്റിയ സാധനമായിപ്പോയി എന്ന് പറയും. പാറിക്കളിക്കുന്ന പൊടി, കുന്നുകൂടിയ പുക. അപ്പോൾ എപ്പോഴാണ് പൊടി പാറുക അല്ലെങ്കിൽ എപ്പോഴാണ് പുക ഉയർന്നു പൊന്തുക, എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിക്കണം. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഉബാറുൽ മുത്തസാഇദ് വ ദുഖാനുൽ മുതറാക്കിം ഉപയോഗിക്കുക. അവസാനത്തേത് ഇൻകലബ സിഹ്റു അല സാഹിർ, സിഹർ സാഹിറിലേക്ക് തന്നെ മടങ്ങി. ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ ചെയ്ത പണി അയാൾക്ക് തന്നെ തിരിച്ചു കിട്ടി. നമ്മൾ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മൾ പറയില്ലേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയില്ലേ, ആ പ്രയോഗമാണ് ഇൻകലബ സിഹ്റു അല സാഹിർ. അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ പ്രയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകളാക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാവും. ഓക്കെ. Al Oyun Academy, connecting 1 million hearts with Arabic.